വയനാട് പനമരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ഏറെ മുമ്പല്ല, ഇന്നലെ കൃഷിയിടത്തിൽ വെച്ച് തെങ്ങു മറിച്ചിടുന്നതിനിടെ ഇലക്ട്രിക് കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ കാട്ടാന ചെരിഞ്ഞു. ഒരിക്കൽ സുൽത്താൻ ബത്തേരി നഗരത്തെ ഭീതിയിലഴ്ത്തിയ ഒരു കാട്ടാന ഇറങ്ങി. ദേശീയപാതയിലൂടെ നടന്നു നീങ്ങിയ ആന വഴിയാത്രക്കാരനെ ആക്രമിച്ചു. വനംവകുപ്പെത്തി ആനയെ തിരിച്ചറിഞ്ഞു. പന്തല്ലൂർ മഗ്ന. അപ്പോൾ എൻ്റെ മേത്തൊരു കമ്പിളിപ്പോത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തത് ആരാ വലിയ ആളെന്ന് നോക്കി പുറകോട്ട്. ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ ആനയെ അടിച്ചു കഴിഞ്ഞ് തന്നെ ഞാൻ വീണുകൊണ്ട് ആ കമ്പി കാരണം ഇവന് ചവിട്ടാൻ പറ്റിയില്ല. ഞാൻ ഉരുണ്ടുരുണ്ട് മാറി. കുട്ടമ്പുഴ മാമലക്കണ്ടത്ത് കിണറ്റിൽ വീണ ആനയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി. അതിരപ്പിള്ളിയിൽ പൊട്ടക്കിണറ്റിൽ വീണ കാട്ടാനക്കുട്ടിയെ കരയ്ക്ക് കയറ്റി. കർണാടക വനംവകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ച് തുറന്നുവിട്ട തണ്ണീർക്കൊമ്പൻ ഒരു പകൽ മുഴുവൻ മാനന്തവാടി നഗരത്തെ മുൾമുനയിൽ നിർത്തി. മാനന്തവാടിയിലെത്തിയ ബേലൂർ മഗ്ന മനുഷ്യജീവൻ എടുത്തുകൊണ്ടാണ് കാട് കയറിയത്. തുമ്പൂർ മൂഴിയിൽ കാട്ടാനക്കൂട്ടം ചായക്കട തകർത്തു. വയനാട്ടിൽ കാർ യാത്രക്കാർക്ക് നേരെ കാട്ടാന ആക്രമണമുണ്ടായി. പുൽപ്പള്ളി മാനന്തവാടി റോഡിലെ കുറിച്ചിപ്പറ്റയിലാണ് സംഭവം. കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാന കിണറ്റിൽ വീണു. 15 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ആനയെ രക്ഷപ്പെടുത്തിയത്. വെള്ളക്കാരിത്തടത്ത് കൊമ്പനാന കിണറ്റിൽ വീണു. കരയ്ക്ക് കയറ്റുന്ന ശ്രമത്തിനിടെ ആന ചെരിഞ്ഞു. മലക്കപ്പാറ റോഡിൽ വാഹനയാത്രക്കാർക്ക് സ്ഥിരം ശല്യക്കാഴ്ചയാണ് കബാലി. പറഞ്ഞതും പറയാത്തതുമായ കാട്ടാന കഥകൾ ഇനിയുമുണ്ടേറെ. ആക്രമണങ്ങളും പ്രതിരോധവും തുടർന്നുകൊണ്ടേയിരിക്കും. വേണ്ടത് പരിഹാരമാണ്. ഭയപ്പെടാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്.